എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ ചാനൽ ഇന്ത്യൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോട്ട് 10 പ്രോയുടെ അൺബോക്സിംഗ് ആണ്. മിഡ് റേഞ്ചിൽ തന്നെ ഏറ്റവും നല്ല ഒരു ഫോണാണ് നോട്ട് 10 പ്രോ. നോട്ട് 10 പ്രോ സീരീസിലെ ബാക്കിയുള്ള ഫോണുകളും അടുത്ത വീഡിയോസിൽ ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ എംഐയുടെ ബോക്സ്. വളരെ നീറ്റായിട്ടുള്ളൊരു ബോക്സിംഗ് ആണിത്. എൻ്റെ കയ്യിലുള്ളത് 6GB 64GB വേരിയൻ്റാണ്, വിൻറ്റേജ് ബ്രോൺസ് കളറിൽ. വളരെ നല്ലൊരു കളറാണിത്. ഇത് വരുന്നത് 128 AMOLED ഡിസ്പ്ലേ വിത്ത് HDR സപ്പോർട്ട് വരുന്നുണ്ട്. കോൾകോമിൻ്റെ തന്നെ മിഡ് റേഞ്ചിൽ ഏറ്റവും നല്ലൊരു പ്രൊസസ്സറാണ്. 732G 8 നാനോമീറ്റർ ബിൽഡിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ബാറ്ററി വരുമ്പോൾ 5020 mAh ബാറ്ററി വിത്ത് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ 240 ടച്ച് സാമ്പിളിങ് വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് സംസാരിക്കാം. ആദ്യം തന്നെ വരുന്നത് ഫോണാണ്. വിൻറ്റേജ് ബ്രോൺസ് കളറിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏകദേശം 192 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് ഇതിന്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ വരുമ്പോൾ ഒരു മാറ്റ് ഫിനിഷാണ്, ഗ്ലാസ് തന്നെയാണ്. മാറ്റ് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻ്റൊന്നും വലുതായിട്ട് പതിയത്തില്ല. നമ്മൾ ഈ ഡിവൈസ് കയ്യിൽ വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു കംഫർട്ടുണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി. അത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് ഇതിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് ഡുവൽ സ്പീക്കറാണ് വരുന്നത്. അതിലൊരു സ്പീക്കർ താഴെ ബോട്ടൺ സ്പീക്കറാണ്. ഇത് ടൈപ്പ് സി പോർട്ടാണ്. ഇത് സെക്കൻഡറി മൈക്ക്. ഇവിടെ IR ബ്ലാസ്റ്റർ, സെക്കൻഡറി മൈക്ക്, പിന്നെ ലൗഡ് സ്പീക്കറിൻ്റെ മറ്റൊരിത്. പിന്നെ ഇത് ഹെഡ്സെറ്റിൻ്റെ പോർട്ടാണ്. പിന്നെ ഇതിൽ തന്നെ എനിക്കിതിൽ തോന്നിയത് ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ക്യാമറ മുമ്പ് കുറച്ച് ഉയർന്നാണ് ഇരിക്കുന്നത്. 64 MB ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ക്യാമറ സെറ്റപ്പാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഫിംഗർ പ്രിൻ്റ്, വോളിയം റോക്കേഴ്സ്. ഈ വശത്ത് സിം ട്രേ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അടുത്തതായിട്ട് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. വളരെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. Hz റിഫ്രഷ് റേറ്റാണ് ഇതിന് വരുന്നത്. സെറ്റിങ്സിൽ നമുക്കത് കാണാം. നമുക്ക് ഇഷ്ടം അനുസരിച്ച് 60 Hz 120 Hz നമുക്ക് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. കൊണ്ടുവണ്ടിയിൽ തന്നെ നല്ല സ്മൂത്താണ് ഇതിന് കിട്ടുന്നത്. ഗെയിമിങ്ങിനൊക്കെ നല്ല ഉപയോഗപ്പെടുന്ന ഒരു സെറ്റിങ്സാണത്. ക്യാമറ ഇൻ്റർഫേസ് കുറച്ച് യൂസർ ഫ്രണ്ട്ലിയാണ്. നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറ ഇതിന് നൽകുന്നുണ്ട്. എന്നെ ഇതിൽ ഏറ്റവും ഇമ്പ്രസ് ചെയ്യിച്ചത് ഇതിൻ്റെ മാക്രോ ക്യാമറ ഔട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. വ്ളോഗ് മോഡ്, സ്ലോ മോഷൻ തന്നെ നമുക്ക് 720p 120 FPS വരെ ഷൂട്ട് ചെയ്യാം. 180p നമുക്ക് 960 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും സ്ലോ മോഷൻ.
'cause you'll be